ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ മുന്നോട്ടു പോകാൻ പറ്റാതെ ഒരേ സ്ഥലത്ത് സ്റ്റക്ക് ആയതുപോലെ തോന്നിയിട്ടുണ്ടോ? പുറത്തുനിന്നുള്ള തടസ്സങ്ങളെക്കുറിച്ചല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്ന ചില ശത്രുക്കളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മുന്നോട്ടു പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈയൊരവസ്ഥ നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കും, അല്ലേ? എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉള്ളില് ശരിക്കും എല്ലാ ദിവസവും ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ഒന്നുകിൽ നമ്മൾ ചിട്ടയോടെ നമ്മുടെ ഭാവിയെ കെട്ടിപ്പടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ അതിന്റെ പാട്ടിനെ വിട്ട് പതുക്കെ നശിപ്പിക്കുന്നു. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും പരാജയപ്പെടുന്നത്? പണമില്ലാത്തതുകൊണ്ടോ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടോ ഒന്നുമല്ല. അല്ല, മിക്കപ്പോഴും പരാജയം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിനുള്ളിലെ ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. ഇന്ന് വേണ്ട, നാളെയാകട്ടെ. ഇതാണിതിലെ ഏറ്റവും രസകരമായ കാര്യം. നല്ലൊരു ഭാവിയെപ്പറ്റി സ്വപ്നം കാണുന്ന അതേ മനസ്സിന് നമ്മളെ പിടിച്ചു കെട്ടിയിടാൻ ഒരു തടവര പണിയാനും കഴിയും. അതുകൊണ്ടുതന്നെ ഈ പുരോഗതി എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധയോടെ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. അപ്പോ ശരി, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഈ അദൃശ്യരായ ശത്രുക്കൾ ആരാണെന്ന് നോക്കാം, അല്ലേ? ഇവര് വരുന്നത് വലിയ ഒച്ചയും ബഹളവുമൊന്നും വെച്ചിട്ടല്ല. ഭയങ്കര ന്യായമെന്ന് തോന്നുന്ന ചില കാരണങ്ങളുടെ രൂപത്തിലാവും ഇവര് നമ്മുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞുകയറുക. നമ്മുടെ ഒന്നാമത്തെ ശത്രു ഒഴികഴിവുകൾ. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സുഖാണല്ലേ? ഒരു താൽക്കാലിക ആശ്വാസം കിട്ടും. പക്ഷെ സത്യം പറഞ്ഞാല് നമ്മൾ നമ്മുടെ ഭാവിയാണ് അവിടെ ബലി കൊടുക്കുന്നത്. ഇത് ചെയ്യാനുള്ള ശരിയായ സമയമല്ല, അല്ലെങ്കിൽ ഞാനിതുവരെ റെഡിയായിട്ടില്ല. കേൾക്കാൻ നല്ല രസമുണ്ട്, ഭയങ്കര ബുദ്ധിയുള്ളതുപോലെ തോന്നും. പക്ഷെ ഫലമെന്താ? ഒരു മാറ്റവുമില്ലാത്ത അതേ അവസ്ഥ. ഓർക്കുക, പുരോഗതിയും ഒഴികഴിവുകളും ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കില്ല. രണ്ടാമത്തെ ശത്രു അവഗണന. ഇത് വളരെ പതുക്കെ, വളരെ നിശബ്ദമായിട്ടാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ദിവസവും ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത് തുടക്കത്തിൽ ഒരു പ്രശ്നമായി തോന്നില്ല. പക്ഷെ പതിയെ പതിയെ ഈ ചെറിയ വീഴ്ചകൾ കൂടിച്ചേർന്ന് ഒരു വലിയ പരാജയമായി മാറും. ഒരു പൂന്തോട്ടം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കാട് കയറും, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പുരോഗതിയും. ശ്രദ്ധയില്ലാതെ വിടുന്ന എന്തും നശിച്ചുപോകും. നഷ്ടപ്പെട്ടു പോയ ആവേശം വീണ്ടെടുക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ ശത്രു സംശയമാണ്. ഇതൊരു കള്ളനെ പോലെയാണ്. അത് നമ്മളെ നേരിട്ട് വന്ന് തടയുകയൊന്നില്ല. പകരം ഇത് വർക്കാവുമോ എന്നൊരു ചെറിയ പുഴുവിനെ നമ്മുടെ മനസ്സിലേക്കിട്ടുതരും. ആ ഒരൊറ്റ ചിന്ത മതി നമ്മുടെ മാസങ്ങളോളം നീളുന്ന പുരോഗതിയെ പിന്നോട്ട് വലിക്കാൻ. ഇവിടെയാണ് നിർമ്മാതാക്കളും വെറും കാഴ്ചക്കാരും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. കാഴ്ചക്കാർ പറയും, ഞാൻ കണ്ടാൽ വിശ്വസിക്കാം. എന്നാൽ ഒരു നിർമ്മാതാവ് എന്താ പറയാ? ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനത് കാണും. വിശ്വാസം ആദ്യം വരണം, തെളിവൊക്കെ അതിന്റെ പിന്നാലെ വന്നോളൂ. നാലാമത്തെ ശത്രു ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ. എന്നിപ്പോ ഇതിനൊരു പഞ്ഞോ അല്ലേ? നമ്മുടെ ശ്രദ്ധയെ പല കഷ്ണങ്ങളായി മുറിച്ചുകളയുന്ന ഒന്ന്. ഒരേ സമയം 100 കൂട്ടം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ഒന്നിനും ആഴത്തിൽ വേരൂന്നാൻ പറ്റാതെ പോകുന്നു. അതുകൊണ്ട് യഥാർത്ഥ യുദ്ധം നടക്കുന്നത് നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. പുരോഗതിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാനുള്ള ധൈര്യം വേണം. നിങ്ങളുടെ ശ്രദ്ധയെ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുക. അവസാനത്തെ ആള്, അഞ്ചാമത്തെ ശത്രു കംഫർട്ട്, അല്ലെങ്കിൽ ആ ഒരു സുഖമുള്ള അവസ്ഥ. ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി. കാരണം ഇത് നമുക്ക് അർഹതപ്പെട്ട ഒന്നായിട്ടൊക്കെ തോന്നും. പക്ഷെ സത്യത്തിൽ അതൊരു കെണിയാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള, പക്ഷെ പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു കൂട്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഇപ്പോ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഫൈനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയാൽ അത് തകർച്ചയുടെ ആദ്യത്തെ സിഗ്നലാണ്. നിങ്ങളുടെ കംഫർട്ട് സോൺ എവിടെ അവസാനിക്കുന്നോ അവിടെയാണ് നിങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു. ഇനി ഇതിനൊരു പരിഹാരം വേണ്ടേ? പുരോഗതി എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്ന പോലെയല്ല, അത് നമ്മൾ ബോധപൂർവം ഡിസൈൻ ചെയ്തെടുക്കേണ്ട ഒന്നാണ്. അപ്പോ നമ്മുടെ പ്രതിരോധത്തിന് പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. 1. അവബോധം, അതായത് ഈ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് വ്യക്തമായി തിരിച്ചറിയുക. 2. അച്ചടക്കം, തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാല്ലോ, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. 3. ഒരു ഘടനയുണ്ടാക്കുക. ഈ മാറ്റം സ്ഥിരമായി നിലനിൽക്കാൻ സഹായിക്കുന്ന ചില സിസ്റ്റംസ് ഉണ്ടാക്കുക. നമ്മുടെ മോട്ടിവേഷനൊക്കെ കുറഞ്ഞിരിക്കുമ്പോഴുപോലും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നല്ല ശീലങ്ങളാണ്. വിജയം എളുപ്പമാക്കുകയും പരാജയം ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്ന ചില സിസ്റ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക.
ശ്രദ്ധയുണ്ടെങ്കിൽ വളർച്ച ഉറപ്പാണ്. അപ്പൊ നമുക്കിതൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ ലക്ഷ്യം ഈ പറഞ്ഞ 5 ശത്രുക്കളെയും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരിക്കരുത്. അത് നടക്കില്ല. പകരം അവരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ മറികടക്കുക എന്നതാണ് പ്രധാനം. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. പുരോഗതി എന്നത് ഒരു ദിവസമോ ഒരു സംഭവമോ അല്ല. അത് തകർച്ചയ്ക്കെതിരെ നമ്മൾ ദിവസവും കെട്ടിപ്പടുക്കുന്ന ഒരു പ്രതിരോധമാണ്. എല്ലാ ദിവസവും ശ്രദ്ധയോടെ സംരക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു പ്രക്രിയ. അപ്പോ അവസാനമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ പോരാട്ടത്തിൽ ആരാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളെ കെട്ടിപ്പടുക്കുന്ന നിങ്ങളാണോ, അതോ അതിനെ തകർക്കുന്ന ഈ അദൃശ്യ ശത്രുക്കളാണോ? ഉത്തരം നിങ്ങളുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു.